എക്സ്റേയും രണ്ടാമത്തെ എക്സ്റേയും കൂടെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ കണ്ട സ്കാർ ഫോർമേഷൻ രണ്ടാമത്തെ എക്സ്റേയിലില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടാമത്തേനകത്ത് അങ്ങനെ ഒരു സ്കാർ ഫോർമേഷനേ ഇല്ലായിരുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തി പോയി. കാരണം എക്സ്റേയിൽ സ്കാർ ഫോർമേഷൻ 2 ദിവസം കൊണ്ട് അത് എക്സ്റേയിൽ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെ ഡോക്ടർ ഞങ്ങളെ പറഞ്ഞു വിട്ടെ. പക്ഷേ രണ്ടാമത്തെ എക്സ്റേ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനും എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് ഡോക്ടറിന് അത്ഭുതമായിപ്പോയി. പരിശുദ്ധ കൃപാസന പ്രസാദര മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സോന ഷാജൻ. ഞാൻ വരുന്നത് പാലാരൂപതയിലെ ഉള്ളനാട് എന്ന ഇടവകയിൽ നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഹൈദരാബാദിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് വന്നിട്ട് ജോലിയിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ എല്ലാം ഓക്കെ ആയി തിരിച്ച് പിന്നെ ജോലിയിലേക്ക് കയറാൻ പോയപ്പോൾ എനിക്ക് ഒരിടത്തും കിട്ടുന്നില്ലായിരുന്നു. ജോലി തടസ്സമായിരുന്നു. ഞാൻ തിരിച്ചു പോകുന്നത് 2022 ഒക്ടോബർ മാസത്തിലായിരുന്നു. അങ്ങനെ പലയിടത്തും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. മുഴുവൻ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 2023 ജനുവരി 20-ാം തീയതി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തീക്ഷ്ണമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫെബ്രുവരി 28-ാം തീയതി 2023 ഫെബ്രുവരി 28-ാം തീയതി സൗദി MOHൻ്റെ ഇൻ്റർവ്യൂ കൊച്ചിയിൽ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞ് അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ലായിരുന്നു, പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഒന്നും പ്രിപ്പയർഡായിട്ടല്ല ഞാൻ പോയത്. അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം തുടരെ ചൊല്ലിക്കൊണ്ടിരുന്നു. ആദ്യത്തെ സെക്ഷനിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേയും പകുതി പ്രതീക്ഷ പോയായിരുന്നു. പിന്നെ ഉടമ്പടി കാശുരൂപം കയ്യിലുള്ളതിൻ്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാമത്തെ സെക്ഷനിൽ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അന്നേരം ആൻസേഴ്സൊക്കെ എനിക്ക് പറയാൻ പറ്റി. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോൾ വന്നു, ഞാൻ ഇൻ്റർവ്യൂ സെലക്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെലക്ഷൻ ആയെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഞാൻ മുട്ടുകുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് നീ തന്ന അനുഗ്രഹത്തിന് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞു. അങ്ങനെ പേപ്പർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവസാനം മെഡിക്കലിൻ്റെ ഒരവസ്ഥ എത്തി. മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പോയി. മെഡിക്കൽ പോയി എടുത്തു. തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഇതുപോലെ മെസ്സേജ് വന്നതിൽ മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു മെഡിക്കൽ സെൻ്ററിൽ നിന്ന്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നായിരിക്കും എന്നുള്ളൊരു ടെൻഷനിൽ എന്താണേലും മാതാവിനോട് ഉറച്ച് പ്രാർത്ഥിച്ച് തന്നെ ഞാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ വീണ്ടും ഞാൻ അവിടെ ചെന്നു. അവിടെ ഉടമ്പടി നിറച്ച വസ്തുക്കൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. രണ്ടാമത് റിപ്പീറ്റ് ചെയ്തപ്പോൾ, അതായത് ആദ്യത്തെ എക്സ്റേയിൽ എനിക്ക് കോവിഡ് വന്നതിൻ്റെ ലങ്സ് ഇൻഫെക്ഷൻ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലങ്സിൽ ഒരു ചെറിയ സ്കാർ ഫോർമേഷൻ ആയിട്ടുണ്ടെന്ന് ആദ്യത്തെ എക്സ്റേ നോക്കി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ മെഡിക്കൽ എടുത്തിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. ഒന്നും കൂടെയും എക്സ്റേ എടുത്താൽ വീണ്ടും ആ സ്കാർ അങ്ങനെ തന്നെ കാണിക്കും. അങ്ങനെ വീണ്ടും വന്നാൽ മെഡിക്കൽ ക്യാൻസലായി പോകും. പിന്നെ 6 മാസം കഴിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ആ സ്പോട്ടിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മാതാവിനും വിട്ടുകൊടുത്ത് ഞാൻ വീണ്ടും മെഡിക്കൽ എടുക്കാൻ വേണ്ടി എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി. എക്സ്റേ എടുക്കാനകത്ത് കയറിയ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞു കാശുരൂപം കയ്യിൽ നിന്ന് മാറ്റണം, കാശുരൂപം കയ്യിൽ നിന്ന് മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കാശുരൂപം കയ്യിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനത്തെ എക്സ്റേ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവർ തർക്കിച്ചെങ്കിലും ഞാനത് മാറ്റിയില്ല. എക്സ്റേ അങ്ങനെ തന്നെ ഞാൻ കാശുരൂപം കയ്യിൽ വെച്ച് തന്നെ ഞാൻ എക്സ്റേ എടുത്തു. അവിടുന്ന് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നു മെഡിക്കൽ ഫിറ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ എക്സ്റേ രണ്ടാമത്തെ എക്സ്റേയും കൂടെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ കണ്ട സ്കാർ ഫോർമേഷൻ രണ്ടാമത്തെ എക്സ്റേയിലില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും
ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടാമത്തേതിനകത്ത് അങ്ങനെ ഒരു സ്കാർ ഫോർമേഷനേ ഇല്ലായിരുന്നു. ശരിക്കും അത്ഭുതപ്പെടുത്തി പോയി. കാരണം എക്സ്റേയിൽ സ്കാർ ഫോർമേഷൻ 2 ദിവസം കൊണ്ട് അത് എക്സ്റേയിൽ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ഡോക്ടർ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. പക്ഷേ രണ്ടാമത്തെ എക്സ്റേ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനും എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നതെന്ന് ഡോക്ടറിനും അത്ഭുതമായിപ്പോയി. മെഡിക്കൽ ഫിറ്റായില്ലെങ്കിൽ എനിക്ക് പോകാനായിട്ട് പറ്റത്തില്ലായിരുന്നു. ഇനി 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും ഒന്നും കൂടെ മെഡിക്കൽ എടുത്താലും കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. കാരണം കോവിഡ് വന്നത് ഇൻഫെക്ഷൻ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ മാറാൻ താമസം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എനിക്കിനി ആലോചിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ മെഡിക്കൽ എടുക്കുമായിരുന്നു ചെയ്തത്. എനിക്ക് മെഡിക്കൽ എടുത്ത് ഫിറ്റായില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ജോലി, സൗദി ഗവൺമെൻറ്റിൻ്റെ ജോലി അങ്ങനെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടത്തൊന്നുമില്ലായിരുന്നു. അപ്പം ഒത്തിരി അതായത് മാതാവിൻ്റെ അത്ഭുതമാണ്, അനുഗ്രഹമാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് അത്രയും ഗ്യാപ്പ് വന്നിട്ട് പിന്നെ എനിക്ക് ഒരിടത്തും ജോലി കിട്ടാൻ ഉള്ള സാധ്യതയില്ലായിരുന്നു. മാതാവിന് 1000 നന്ദി. പിന്നെ എൻ്റെ അനിയന് 10ാം ക്ലാസ് എക്സാമിനും റിസൾട്ടിനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്ത വിഷയം വെച്ചിരുന്നത്. അവന് കുറച്ച് പഠിക്കാൻ പുറകോട്ടായിരുന്നു, ടെൻഷനും പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം ജസ്റ്റ് പാസ്സായി മതി എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. അങ്ങനെ ഓരോ ദിവസം എക്സാമിന് ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് അവനെ എന്നും പറഞ്ഞു വിടുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം എക്സാം എഴുതാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നറിയത്തില്ല, എന്തൊക്കെയോ എഴുതിയിട്ട് വരുന്നുണ്ട്. വലിയ ടെൻഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും അവൻ പറയുന്നതായിട്ട് കേട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷ വരുമ്പോൾ ഭയങ്കര ടെൻഷനും, ഒന്നും എഴുതിയിട്ടില്ല, ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. പക്ഷേ ഇതുപോലെ ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണവും ഒക്കെ ചൊല്ലിയിട്ട് എല്ലാ ദിവസവും എക്സാമിന് പോയപ്പോൾ ആരോ പിടിച്ചെഴുതുന്ന എന്തൊക്കെയോ ആരോ പറഞ്ഞു തരുന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞു എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞ് വന്നു. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് പാസ്സാവുള്ളൂ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവന് 82% മാർക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് കിട്ടിയതെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ അനിയൻ പറഞ്ഞു. ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ അത്ഭുതങ്ങളെല്ലാം മാതാവ് എനിക്ക് തന്നത്. അവന് 82% മാർക്ക് കിട്ടി. അത് പഠിച്ച അതേ സെയിം സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി +1. അത് വിചാരിച്ച അതേ സ്ട്രീമിൽ